ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓട്സ് വെച്ചുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഹെൽത്തി ലഡുവിൻ്റെ റെസിപ്പിയാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും ഓട്സ് ഇഷ്ടപ്പെടുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ലഡുവാണിത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഓട്സ് ലഡു ഉണ്ടാക്കുന്നതിനായി ആദ്യം ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കണം. അതിനായി ഒരു സോസ് പാനിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ചീകിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തീ ഓണാക്കി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിളക്കി കൊടുത്തുകൊണ്ട് ശർക്കര മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ ശർക്കരയെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ശർക്കര പാനി കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 3 മിനിറ്റോളം തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലെ അഴുക്കെല്ലാം മാറ്റുന്നതിനായി ഒരു അരിപ്പയിലൂടെ മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. എന്നിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ ഈ ലഡുവിലേക്ക് കുറച്ച് ഡേറ്റ്സ് ചേർക്കുന്നുണ്ട്. അതിനായി 10 ഡേറ്റ്സ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡേറ്റ്സ് നല്ല സോഫ്റ്റും ജ്യൂസിയുമായിട്ടുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന ഡേറ്റ്സ് സോഫ്റ്റ് അല്ലെങ്കിൽ ഇത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം വെള്ളമില്ലാതെ അരച്ചെടുത്താൽ മതി. അടുത്തതായി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1/2 കപ്പ് ചോപ്പ് ചെയ്ത നട്ട്സ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബദാമും 2 ടേബിൾ സ്പൂൺ വാൾനട്ടും 4 ടേബിൾ സ്പൂൺ കാഷ്നട്ടുമാണ് ചേർത്തിരിക്കുന്നത്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളത് എടുത്താൽ മതി കേട്ടോ. പിസ്തയോ പീനട്ടോ റേസിൻസോ ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന നെയ്യിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 150 ഗ്രാമോളം വരും. ഇത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് തീയിൽ നിന്ന് വാങ്ങി ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഡേറ്റ്സും നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശർക്കരപ്പാനി കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിനായി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന പാനി മൊത്തം ആവശ്യം വരില്ല കേട്ടോ. പല പ്രാവശ്യമായി ഒഴിച്ചു കൊടുത്ത് ഇത് ഉരുട്ടിയെടുക്കാൻ പാകമാകുമ്പോൾ നിർത്താം. ഇനി കൈ വെച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഉരുട്ടി ലഡു ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഈ ഒരു ഓട്സ് ലഡു ടേസ്റ്റിനേക്കാളേറെ വളരെ ഹെൽത്തിയും ന്യൂട്രീഷ്യസുമാണ്. വെയിറ്റ് കുറയ്ക്കാൻ ഡയറ്റ് നോക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നെ അറിയിക്കണേ. ഈ മിക്സിൽ നിന്ന് ഈ സൈസിൽ 10 ലഡു കിട്ടും കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ഉരുട്ടിയെടുക്കണം. ഇപ്പോഴെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നോക്കാം കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.